ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയും, അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തിശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? സ്നേഹമുള്ളവരെ, നെഹമ്യ പ്രവാചകൻ രാജാവിനോട് പറയുന്ന ഒരു മറുപടിയായി ഇത്. രാജാവിൻ്റെ പ്രത്യേകമായ ഒരു ചോദ്യത്തിന് നൽകുന്ന മറുപടി. ചോദ്യം ഇപ്രകാരമാണ്: രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നല്ലിത്. അതിന് കാരണം, ഇങ്ങനെ ചോദ്യമുണ്ടാകാൻ കാരണവും പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അർത്തറാക്സസ് രാജാവിൻ്റെ 20-ാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു. പറയുക, ഇതിനു മുമ്പ് മ്ലാനവദനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല. ഓർക്കണം, നാളുകളായി രാജാവിൻ്റെ മുമ്പിലായിരുന്ന് രാജാവിൻ്റെ പാനപാത്ര വിചാരിപ്പുകാരനായി രാജാവിൻ്റെ പാനപാത്രത്തിലേക്ക് പാനീയം അനുസ്യൂതം വിളമ്പിക്കൊടുക്കുന്ന ഈ നെഹമ്യയെ നിരന്തരം രാജാവ് കാണുന്നത്. അന്ന് മാത്രമാണ് ആദ്യമായി നെഹമ്യയുടെ മുഖം മ്ലാനമാണ് എന്ന്, നെഹമ്യയുടെ മുഖത്ത് സങ്കടമുണ്ട് എന്ന് രാജാവ് മനസ്സിലാക്കുന്നത്. കാരണം അന്നാണ് നെഹമ്യയ്ക്ക് ആദ്യമായി സങ്കടമുണ്ടാകുന്നത്. അതിനു മുമ്പ് നെഹമ്യയ്ക്ക് യാതൊരു സങ്കടവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ രാജാവിന് മനസ്സിലായി, നെഹമ്യയുടെ മുഖം മ്ലാനമായിരിക്കുന്നത് ശാരീരികമായ ഏതെങ്കിലും രോഗം കൊണ്ടല്ല, പിന്നെയോ മനസ്സിൻ്റെ വേദന കൊണ്ട്, ഹൃദയവ്യഥ കൊണ്ട് മാത്രമാണ് എന്ന് രാജാവ് മനസ്സിലാക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയുടെ മുഖം കണ്ടിട്ട്, ഒരു ചോദ്യം പോലും ചോദിക്കാതെ മുഖം കണ്ടിട്ട് ഇത് മനസ്സിൻ്റെ വേദനയാണോ ശരീരത്തിൻ്റെ വേദനയാണോ എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹമുണ്ടായിരിക്കണം, എന്തുമാത്രം കരുതലുണ്ടായിരിക്കണം. ഇവിടെ നെഹമ്യ രാജകൊട്ടാരത്തിൽ ജോലിക്കാരനായിരിക്കുമ്പോൾ ഈ രാജാവ് നെഹമ്യയെ എന്തുമാത്രം സ്നേഹത്തോടെ കരുതുന്നത് കൊണ്ട് നെഹമ്യയുടെ മനസ്സ് മനസ്സിലാക്കി, നിന്റെ മനസ്സിൽ വേദനയുണ്ട്, രോഗകാരണം കൊണ്ടല്ല നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത് എന്ന് നെഹമ്യയുടെ രാജാവ് മനസ്സിലാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത്? എന്തൊരു കരുതലോടുകൂടിയുള്ള ചോദ്യമാണ്. അവിടെയാണ് നെഹമ്യ പറയുന്നത്, ഞാൻ ഭയത്തോടെ പറഞ്ഞു. എന്താ പറയുന്നത്? എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരകവാടങ്ങൾ കത്തിച്ചാമ്പലായി കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഈ ലോകത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും? സ്നേഹമുള്ളവരെ, ഈ ഒരു ഹൃദയവ്യഥ തൻ്റെ നഗരത്തെക്കുറിച്ച്, തൻ്റെ ദേശത്തെക്കുറിച്ച്, ദേശവാസികളെക്കുറിച്ചുള്ള ഈ ഹൃദയവ്യഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നാം കാണുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, എൻ്റെ സഹോദരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടി യൂദയായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറൂസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറൂസലേം മതിലുകൾ തകർന്ന കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ ഏറ്റവും പ്രീതിപാത്രമായി, രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ രാജാവിൻ്റെ പാനപാത്ര വിചാരിപ്പുകാരനായി
നിയോഗിക്കപ്പെട്ടിരിക്കുന്ന രാജാവിൻ്റെ പ്രീതിപാത്രമായ നെഹമ്യ, ഈ രാജകൊട്ടാരത്തിൽ എല്ലാ സുഭിക്ഷതകളിൽ നടുവിൽ ജീവിക്കുന്ന നെഹമ്യ ഇവിടെ ഹൃദയം നൊന്ത് വേദനിക്കുവാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താ കാരണം? തൻ്റെ ജന്മദേശം ജെറൂസലേം തകർന്നു കിടക്കുന്നു, അഗ്നിക്കരിയായി തകർന്നു കിടക്കുന്നു. ദേശത്ത് കഴിയുന്നവർ വലിയ കഷ്ടതയില്ല, വലിയ ദുരിതത്തില. തിന്മ ദേശത്തെ നശിപ്പിച്ചു. തിന്മയുടെ ആക്രമണത്തിൽ ദേശം നശിച്ചുപോയി. അതിനെക്കുറിച്ചുള്ള തൻ്റെ ദേശത്തെക്കുറിച്ച്, തൻ്റെ രാജ്യത്തെക്കുറിച്ച്, ജെറൂസലേം എന്ന തൻ്റെ ദേശത്തെക്കുറിച്ച്, തൻ്റെ രാജ്യത്തെക്കുറിച്ച്, ദേശവാസികളെക്കുറിച്ച് തിന്മ കടന്നാക്രമണം ചെയ്ത് തകർന്നു കിടക്കുന്ന തൻ്റെ ദേശത്തെക്കുറിച്ച് വേദനിക്കുന്ന പ്രവാചകനെ നാം കണ്ടുമുട്ടുകയും, സ്നേഹമുള്ളവരെ, തൻ്റെ ദേശത്തെക്കുറിച്ചും ദേശവാസികളെക്കുറിച്ചും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും വേദനിക്കുന്ന ഈ പ്രവാചകന ദിവസങ്ങളോളം ഉപവസിക്കുകയും കരയുകയും വിലപിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ പ്രവാചകനെ ദൈവം ഇവിടെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും, അതാ രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? സ്വർഗസ്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദയായിലേക്ക് അയച്ചാലും. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങി വരും. ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകുവാൻ അനുവദിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നശിച്ചു കിടക്കുന്ന ദേശത്തെ പുനരുദ്ധരിക്കുവാനും തകർന്നു കിടക്കുന്ന ചെതറിപ്പോയിരിക്കുന്ന ദേശവാസികളെ ഒരുമിച്ച് കൂട്ടുവാനും ദൈവം പ്രത്യേകമായി തൻ്റെ നിയുക്ത പ്രവാചകനായി നെഹമ്യായെ അയക്കുവാൻ, ഈ രാജാവിലൂടെ ഇടപെടുവാൻ സാഹചര്യം ഒരുങ്ങുന്ന പശ്ചാത്തലമാണ് നാം കണ്ടത്. ദേശത്തെക്കുറിച്ചും ദേശവാസികളെക്കുറിച്ചും ഹൃദയം നൊന്ത് കരയുന്ന, തീഷ്ണമായി വേദനിക്കുന്ന, വേദനയോടെ പ്രാർത്ഥിക്കുന്ന നെഹമ്യയുടെ ജീവിതത്തിലേക്ക് ഈ വലിയ നിയോഗം കടന്നു വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യക്തമായ ഒരു പാഠം എന്ന് പറഞ്ഞാൽ, ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടുവാനും ദൈവരാജ്യത്തിൻ്റെതായ കൃപകളും നന്മകളും സ്വീകരിക്കുവാനും ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരൊക്കെ ചെയ്യേണ്ടത് ഈ ദൈവരാജ്യത്തിൻ്റെ ആത്മീയമായ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിക്കുക, കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ല. ആത്മീയമായ കൃപകളും ആത്മീയമായ വരങ്ങളും ദൈവരാജ്യത്തിൻ്റെതായ നന്മകളും ആഗ്രഹിക്കുന്നവർക്കല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കല്ല ദൈവം അത് നൽകുന്നത് എന്ന് വചനം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരികയാണ്. വ്യക്തിപരമായി ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്നവർക്കല്ല ദൈവം ആത്മീയമായ കൃപകൾ നൽകുന്നത്. വ്യക്തിപരമായി ദൈവരാജ്യ കൃപകളും വരങ്ങളും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കല്ല ദൈവം ഈ വരങ്ങളും കൃപകളുമൊക്കെ നൽകുന്നത്. പിന്നെയോ ദൈവജനത്തെ പണിതുയർത്തുവാൻ, ദൈവരാജ്യത്തെ പുനരുദ്ധരിക്കുവാൻ ആരെല്ലാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നുവോ അവരിലേക്ക് ദൈവം ഈ കൃപകളും വരങ്ങളുമൊക്കെ നൽകുന്നത് എന്ന് വചനം പറഞ്ഞു തരികയാണ്. എഫെസസ് ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ, അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരുമാകാൻ വരം നൽകി. ഇതെന്തിനു വേണ്ടിയാ? ഈ ദൈവരാജ്യത്തിൻ്റെ കൃപകളും വരങ്ങളും ദൈവം എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ദൈവം
ആർക്കെങ്കിലുമൊക്കെ ഈ നന്മകളും കൃപകളും നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നവർക്ക് ദൈവം ഈ കൃപകളും വരങ്ങളുമൊക്കെ നൽകുന്നത്. സ്നേഹമുള്ളവരെ, ആരെല്ലാം ഈശോയുടെ ശരീരമാകുന്ന സഭയെ വളർത്തുവാനും ഉയർത്തുവാനും ശക്തിപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നുവോ, അതിനുവേണ്ടി ത്യാഗങ്ങളും വേദനകളും വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടങ്ങളും സഹിക്കുവാൻ തയ്യാറാകുന്നുവോ, അവർക്ക് അവകാശപ്പെട്ടതാ, അവർക്ക് ദൈവം നൽകുന്നതാ സ്വർഗത്തിൻ്റെ കൃപകൾ, സ്വർഗത്തിൻ്റെ നന്മകൾ, സ്വർഗത്തിൻ്റെ വരങ്ങൾ. അതല്ലാതെ സ്വന്തം ആത്മീയ വളർച്ച ആഗ്രഹിച്ച് സ്വന്തമായ നന്മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കുള്ളതല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയും. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്നവർ, സ്വർഗത്തിൻ്റെ കൃപകളും വരങ്ങളും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ആത്മീയമായി വളരുവാൻ ഒന്നാമത് ചെയ്യേണ്ടത് വിശുദ്ധരെ പരിപൂർണരാക്കുവാൻ ആഗ്രഹിക്കുക എന്നുള്ളത്. ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവരാജ്യത്തിൻ്റെ, സ്വർഗത്തിൻ്റെ സഭാത്മകമായ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സ്വയം സമർപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ശ്ലീഹ ഉപയോഗിക്കുന്ന വാക്ക് ശുശ്രൂഷ എന്ന വാക്ക് അവകാശങ്ങളുടെയും അധികാരങ്ങളുടെയും പ്രതിഫലങ്ങളുടെയും പ്രവൃത്തിയല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. ശുശ്രൂഷ എന്ന് പറയുന്നത് എളിമയുടെയും നിസ്വാർത്ഥതയുടേതുമായ സ്വയം സമർപ്പണം. ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിന് വേണ്ടി, ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു അമ്മ ചെയ്യുന്നത് ശുശ്രൂഷയെ തൻ്റെ ഭർത്താവിനും തൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി രാപകലില്ലാതെ അമ്മ ചെയ്യുന്നത് ശുശ്രൂഷയെ, തൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു അപ്പൻ ചെയ്യുന്നത് ശുശ്രൂഷയെ, കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ശുശ്രൂഷയെ. എന്നാൽ ആ അപ്പനോ അമ്മയോ തൻ്റെ കുടുംബത്തിന് പുറത്ത് ചെയ്യുന്നത് അത് ജോലിയെ, അത് വേതനം ആഗ്രഹിക്കുന്ന ജോലിയെ, ശമ്പളം ആഗ്രഹിക്കുന്ന, പ്രതിഫലം ആഗ്രഹിക്കുന്ന ജോലിയെ. എന്നാൽ ആ ജോലി തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന കാരണം കൊണ്ട്, തൻ്റെ കുടുംബത്തിന് വരുമാനമുണ്ടാകുവാൻ വേണ്ടി, തൻ്റെ കുടുംബാംഗങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ജോലി, അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ അപ്പൻ്റെ അല്ലെങ്കിൽ ആ അമ്മയുടേത് ശുശ്രൂഷയും. കാരണം സ്നേഹത്തെ പ്രതി അത് ചെയ്യുന്നത്. എന്തുമാത്രം ക്ഷീണവും എന്തൊക്കെ രോഗവുമുണ്ടെങ്കിലും അപ്പനും അമ്മയും വെളുപ്പിനെ എഴുന്നേറ്റ് പകലന്തിയോളം വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് കുടുംബത്തുള്ള സ്നേഹം കൊണ്ട്. ആ സ്നേഹം അവരെ നിർബന്ധിക്കുന്നത് കൊണ്ട് അവർ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ അശ്രാന്തം പരിശ്രമിക്കുന്നത്. സ്നേഹമുള്ളവരെ, അവിടെ തനിക്കെന്ത് കിട്ടുമെന്ന ചോദ്യം അവരിൽ ഉയരുന്നില്ല, തനിക്കെന്ത് പ്രതിഫലം കിട്ടുമെന്ന്. അതേസമയം ആ അപ്പനോ അമ്മയോ ആ കുടുംബത്തിന് പുറത്തു പോയി ചെയ്യുന്ന ഓരോ ജോലിയും മെച്ചപ്പെട്ട വേതനത്തിന് വേണ്ടി, മെച്ചപ്പെട്ട പ്രതിഫലത്തിന് വേണ്ടി, മെച്ചപ്പെട്ട നന്മകൾക്ക് വേണ്ടി ചിന്തിക്കുകയും മാറുകയും ഒക്കെ ചെയ്യും. എന്നാൽ കുടുംബത്തിന് വേണ്ടി എന്ന കണ്ണിലും കാഴ്ചപ്പാടിലും അത് ശുശ്രൂഷയായിട്ട് മാറുകയും. സ്നേഹമുള്ളവരെ, സഭയെന്ന് പറയുന്നത് എൻ്റെ കുടുംബമായി എനിക്ക് അനുഭവപ്പെടുമ്പോൾ, എൻ്റെ സഭയിലെ ഓരോ അംഗങ്ങളും എൻ്റെ കുടുംബാംഗങ്ങൾക്കപ്പുറത്ത് എൻ്റെ ശരീരത്തിലെ അവയവം തന്നെയായി, ഞാനും അംഗമായിരിക്കുന്ന ഒരു ശരീരത്തിലെ
ഞാനും ഒരു അവയവമായിരിക്കുന്ന ഒരു ശരീരത്തിലെ മറ്റൊരു അവയവമായി. തീർച്ചയായും ഒരു കുടുംബത്തിലെ വിവിധ അംഗങ്ങൾ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ വിവിധ അംഗങ്ങൾ മാത്രമാണ്, ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളൊന്നുമല്ല. എന്നാൽ സഭയിലെ ഒരു സഭാ കൂട്ടായ്മയിലെ വിവിധ അംഗങ്ങളെ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വിശേഷിപ്പിക്കുന്നത് ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെയാണ്. ഒരു ശരീരം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കത്തക്ക വിധം, ഒരു ശരീരത്തിലെ ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ ബാക്കി എല്ലാ അവയവങ്ങളും സന്തോഷിക്കത്തക്ക വിധം ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളായി നാം മാറുകയും ആ ഒരു വൈകാരികമായ ഐക്യഭാവത്തിൽ, വൈകാരികമായ ഒരു സ്നേഹഭാവത്തിൽ സഭയെ കാണണമെന്ന്. അതുകൊണ്ടാണ് നെഹമ്യായ്ക്ക് വേദനയുണ്ടായത്. തൻ്റെ സ്വകീയർ, തൻ്റെ സ്വന്തക്കാർ, സ്വന്തം ദേശക്കാർ വേദനയിൽ അപമാനത്തിലായിരിക്കുമ്പോൾ അവന് സ്വസ്ഥത കിട്ടുന്നില്ല, അവൻ്റെ മനസ്സിൽ സ്വസ്ഥത കിട്ടുന്നില്ല, അവൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥത കിട്ടുന്നില്ല. അവൻ വേദനിക്കുകയും അവൻ്റെ മനസ്സ് നീറുകയും രാജകൊട്ടാരത്തിൻ്റെ സുഭിക്ഷതയിലായിരിക്കുമ്പോഴും രാജാവിൻ്റെ പ്രീതിപാത്രമായിരിക്കുമ്പോഴും അവൻ്റെ ഹൃദയം സന്തോഷിക്കുന്നില്ല, അവൻ്റെ ഹൃദയം നീറുകയും. സ്നേഹമുള്ളവരെ, ശ്ലീഹായ്മര് തന്നെ പറയുന്നത്, ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ഞാനൊരു പക്ഷേ ആത്മീയമായ വരങ്ങളാൽ 14 വർഷങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാമെന്ന് ശ്ലീഹ പറയുന്നത് തന്നെക്കുറിച്ച് തന്നെ. അത്രമാത്രം വലിയ വലിയ ആത്മീയ അനുഭവങ്ങളിലൂടെ, ആത്മീയമായ അനുഭൂതികളിലൂടെ, സ്വർഗീയമായ ദർശനങ്ങളിലൂടെ, സ്വർഗീയമായ കൃപകളിലൂടെ കടന്നുപോയ ശ്ലീഹയ പറയുന്നത്, ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ? ഞാൻ പാപം ചെയ്യുമ്പോഴല്ല എനിക്ക് അനുതാപം ഉണ്ടാകുന്നത്, ഞാൻ പാപം ചെയ്യുമ്പോഴല്ല എനിക്ക് വേദനയുണ്ടാകുന്നത്, ഞാൻ പാപം ചെയ്യുമ്പോഴല്ല എനിക്കും എൻ്റെ ആത്മാവിൽ മുറിവേൽക്കുന്നത്. എൻ്റെ സഭയിലെ ഏതെങ്കിലും ഒരംഗം, എൻ്റെ സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തി വീണു പോകുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ വേദനിക്കുന്ന, വ്രണതമാകുന്ന ഒരു ഹൃദയമാണ് എൻ്റെ ഹൃദയമെന്ന് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരികയും. സ്നേഹമുള്ളവരെ, ഈ ഒരു വൈകാരികമായ ഭാവം സഭയെക്കുറിച്ച് നമുക്കുണ്ടാകണമെന്ന്, സഭയോട് ഇത്തരത്തിലുള്ള ഒരു സ്നേഹം നമുക്കുണ്ടാകണമെന്ന്. സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ, അതൊരുപക്ഷെ എൻ്റെ ഇടവക സമൂഹത്തിലെ ആവാം, എൻ്റെ രൂപതയിലെ ആവാം, ഒരു തനതായ ആരാധനക്രമ സമൂഹത്തിൻ്റെ സിറമലബാർ ലത്തീൻ എന്നൊക്കെ പറയുന്ന ഒരു റീത്തിൻ്റെ തലത്തിലാകാം, സാർവത്രിക സഭയുടെ തലത്തിലാകാം. ഞാൻ അംഗമായിരിക്കുന്ന എൻ്റെ സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തി, അതൊരു ഏത് ജീവിത അവസ്ഥയിലായിക്കൊള്ളട്ടെ, ജീവിത അന്തസ്സിലുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, വീണു പോകുമ്പോൾ, വീഴ്ചയുണ്ടാകുമ്പോൾ ആഘോഷിക്കുന്ന മാധ്യമങ്ങളോട് ചേർന്ന് ആഘോഷിക്കുവാൻ, അന്നുവരെ ആദരിക്കാത്തവരൊക്കെ അന്നു മുതൽ കുറ്റം പറയാൻ വേണ്ടി ഒരുതരം കപടമായ ആദരവിൻ്റെ ആരാധനാഭാവം കൽപ്പിച്ചു നൽകുമ്പോൾ, സ്നേഹമുള്ളവരെ, അത്തരത്തിലുള്ള കപടമായ സാമൂഹ്യ വിപ്ലവങ്ങളോട്, സാമൂഹ്യപരമായ നിലപാടുകളോട് താതാത്മ്യപ്പെടാതെ ശ്ലീഹയെപ്പോലെ, ശ്ലീഹയുടെ വിശുദ്ധമായ മനോഭാവത്തോടുകൂടി എൻ്റെ ശരീരത്തിലെ ഒരു അവയവത്തിനുണ്ടാകുന്ന വേദനയായി കണ്ടുകൊണ്ട്, കണ്ണ് കാലിനോട് കാണിക്കുന്ന മനോഭാവം, അല്ലെങ്കിൽ ഒരു അവയവം മറ്റൊരു അവയവത്തോട് കാണിക്കുന്ന മനോഭാവം എൻ്റെ സഭയിലെ ഓരോ അംഗത്തോടും കാണിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടെ മാത്രമാണ് ഞാൻ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ യഥാർത്ഥ അവയവമായി മാറുന്നത്. ഈയൊരു ഈശോയുടെ ശരീരത്തിലെ ഏതൊരു അവയവത്തിൻ്റെ വേദനയും എൻ്റെ വേദനയായി കരുതുവാൻ മാത്രം, മനസ്സിലാക്കുവാൻ മാത്രം ഞാൻ ഈശോയുടെ ശരീരത്തോട് അത്രമാത്രം ഐക്യപ്പെട്ട ഒരു അവസ്ഥയുണ്ടാകണമെന്ന്, ആ ഒരു വേദനയോടെ, ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയുടെ ഒരു ആന്തരിക പശ്ചാത്തലം നമുക്ക് അനിവാര്യമാണ് എന്ന്
വചനം നമുക്ക് പറഞ്ഞു തരികയും അത് എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വചനം നമുക്ക് പറഞ്ഞു തരികയും വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക. സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിൽ കൈകൾ ഉയർത്തുക. ത്യാഗത്തോടെ വേദനയോടെ ഇന്ന് ആത്മീയമായി തകർന്നുകൊണ്ടിരിക്കുന്ന, ജീവിത വിശുദ്ധിയിൽ വീണുപോകുന്ന, ആത്മീയമായ മുറിവുകളിലൂടെ പൈശാചികമായ ആക്രമണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ത്യാഗത്തോടെ വേദനയോടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത സ്നേഹമുള്ളവരെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ദൈവജനത്തെ വിശുദ്ധിയിൽ ചെതറിക്കുവാൻ വേണ്ടി അതിശക്തമായ ഒരു സൈന്യം തന്നെ ഇന്ന് സഭയ്ക്കെതിരെ, സഭയ്ക്ക് ചുറ്റും പാളയമടിച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. ഇന്ന് സഭയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ശക്തികൾ സർവസന്നാഹവും ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയും മാധ്യമങ്ങളിലൂടെ, സിനിമ, TV ചാനലുകൾ, പത്രമാസികകൾ മുതലായ സംവിധാനങ്ങളിലൂടെ, സാമ്പത്തികമായ ശക്തികളിലൂടെ, ഇതര പ്രചരണ രീതികളിലൂടെ, രാഷ്ട്രീയപരമായ സംവിധാനങ്ങളിലൂടെ, ഭരണ സംവിധാനങ്ങളിലൂടെ എല്ലാം ഇന്ന് സഭയെയും സഭാത്മകമായ ജീവിതത്തെയും അതിൻ്റേതായ ക്രമീകരണങ്ങളെയും നശിപ്പിക്കുവാനും താറുമാറാക്കുവാനും ഇന്ന് തിന്മയുടെ ശക്തികൾ സഭയ്ക്ക് ചുറ്റും പാളയമടിച്ച് യുദ്ധം ചെയ്യുകയും സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി സഭയ്ക്കുള്ളിൽ നിന്ന്, സഭാ മക്കളെന്ന വ്യാജേനെ സഭയ്ക്കുള്ളിൽ നിന്ന് പുഴുക്കുത്തലായി സഭയെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള സഭാമക്കളെ, കുടുംബത്തിൻ്റെ വീടിൻ്റെ ഉൾമുറകളിൽ, ദേവാലയത്തിൽ ത്യാഗത്തോടുകൂടി വിരിഞ്ഞ കരങ്ങളുമായി പ്രാർത്ഥിക്കുന്ന, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കള് ഉണ്ട് എങ്കിൽ മാത്രമേ, ദൈവജനം ഉണ്ട് എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ ശത്രുവിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുമെന്ന് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് സാധിക്കും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെ, ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന, വേദനയോടെയുള്ള പ്രാർത്ഥന, ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന ശത്രുവിനെതിരെയുള്ള യുദ്ധമുറയാണ് എന്ന വചനം പഠിപ്പിക്കുകയും സഭയുടെ വീരയോദ്ധാക്കൾ അവലംബിക്കേണ്ട ആയുധമെന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെ, ത്യാഗത്തിൻ്റെ ആയുധമാണ്. ഈ ആയുധമെടുത്ത് ശത്രുവിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും പ്രത്യാക്രമണം നടത്തുവാനും അങ്ങനെ വിജയത്തിൻ്റെ ഭേരി മുഴക്കുവാനുമുള്ള കൃപ നമുക്ക് ലഭിക്കുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.